നെഞ്ചുപൊള്ളി നിൽക്കുകയാണ് കേരളം. കൊല്ലം തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ സ്കൂൾ വളപ്പിൽ ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ച രംഗം അത്രമേൽ ഉള്ളുലയ്ക്കുന്നുണ്ട്. റോം കത്തി എരിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂംബ ഡാൻസ് കളിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. അന്ന് റോം കത്തി എറിഞ്ഞപ്പോ നീറോ വീണ വായിച്ചെങ്കിൽ ഇവിടെ സൂംബ ഡാൻസ് കളിക്കാൻ കുറച്ചുകൂടി പുരോഗതിയുണ്ട്. സൂംബ ഡാൻസ് കളിക്കാൻ ചിഞ്ചുറാണിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് തൃപ്പൂണിത്തുറയിലെ CPIയുടെ വനിതാ സമ്മേളനത്തിൽ ഈ സംഭവമൊക്കെ പരാമർശിച്ച് പ്രസംഗമൊക്കെ നടത്തിയതിനു ശേഷമായിരുന്നു ഈ ഡാൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. മന്ത്രി ആ അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിനു ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണി CPIയിലെ വനിതാ നേതാക്കൾക്കൊപ്പം ആ വേദിയിൽ സൂംബ ഡാൻസിന് ചുവടുകൾ വെച്ചത്. കുറച്ചധികം സമയം ആ പാട്ട് തീരുന്നത് വരെ ആ നൃത്തത്തിന് മന്ത്രി വനിതാ പ്രവർത്തകരും ചുവടുകൾ വെച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ